കേരളത്തിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടി വരികയാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ കണക്കെടുത്താൽ ആദ്യ 10 സംസ്ഥാനങ്ങളിലുണ്ട് നമ്മുടെ കേരളം. എന്നാൽ ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ വിദ്യാർത്ഥികൾ തെരഞ്ഞെടുക്കുന്ന സംസ്ഥാനങ്ങളിൽ ആദ്യ 10-ൽ നമ്മുടെ കേരളം ഇല്ലതാനും. വിദേശ പഠനത്തിനായി 2025-ൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ചെലവാക്കിയത് 6.2 ലക്ഷം കോടി രൂപയാണ്. ഇത് നീതി ആയോഗിന്റെ കണക്കാണ് കേട്ടോ. അതായത് നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യ ഉന്നത വിദ്യാഭ്യാസത്തിന് ആകെ ചെലവഴിക്കുന്ന തുകയുടെ 10 ഇരട്ടിയാണ് ഈ തുക. കഴിഞ്ഞ വർഷം വരെയുള്ള കണക്ക് പ്രകാരം ഒരു വിദ്യാർത്ഥി ഇന്ത്യയിലേക്ക് പഠിക്കാൻ, അതായത് വിദേശ രാജ്യത്ത് നിന്ന് ഒരു വിദ്യാർത്ഥി ഇന്ത്യയിലേക്ക് പഠിക്കാൻ വരുമ്പോൾ 27 പേരാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് വിവിധ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഈ സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികൾ കുടിയേറുന്നത് തടയിടാൻ വേണ്ടി ഒരു പുതിയ കർമ്മ പദ്ധതി തന്നെ തയ്യാറാക്കാൻ ആലോചിക്കുകയാണ് നീതി ആയോഗ്. എന്താണ് അതിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ആലോചിക്കുന്നത്? മത്സരക്ഷമതയുള്ള കോഴ്സുകൾ, കരിക്കുലം, അക്കാദമിക അന്തരീക്ഷം, അടിസ്ഥാന സൗകര്യ വികസനം, അതോടൊപ്പം മിതമായ ചെലവും സ്കോളർഷിപ്പും അടങ്ങുന്നതായിരിക്കും പുതിയ ഈ ശുപാർശകളൊക്കെ വരുന്നത്. വിദേശത്തേക്ക് പോകുന്ന കേരളത്തിൽ നിന്നുള്ളവരുടെ കണക്ക് കൂടി നമുക്കൊന്ന് നോക്കാം. 2016-ലെ കണക്കെന്ന് പറയുന്നത് 2016-ൽ നമ്മുടെ കേരളത്തിൽ നിന്ന് 18,248 പേരാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോയത്. 2020 ആകുമ്പോൾ അത് വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ്. 26,456 കുട്ടികൾ. അത് കോവിഡ് സമയമാണെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് ഇനി 2025-ലേക്ക് വന്നാൽ 15,277. അത് 2020-നെ അപേക്ഷിച്ച് കുറവാണെങ്കിലും പക്ഷേ ആകെ നോക്കുമ്പോൾ നമ്മൾ ആദ്യ 10 സംസ്ഥാനങ്ങളിൽ കേരളം വരികയാണ്. വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ കൂടുതലും പോകുന്നത് കാനഡയിലേക്കാണ്. അത് കഴിഞ്ഞാൽ അമേരിക്കയും UK യും ഉണ്ട്, പിന്നെ ഓസ്ട്രേലിയയും.